നാം ഒന്നല്ലേ, നമ്മളൊന്നല്ലേ, നമുക്കുടയോരും ഈ മണ്ണിലുടയോരും. ഇത് ഞങ്ങളുടെ മിത്രാനികേതൻ പീപ്പിൾസ് കോളേജ്. പീപ്പിൾസ് കോളേജ് ഫോർ യൂത്ത് എന്നും പറയാം. എല്ലാ തലങ്ങളിലേക്കും ജനാധിപത്യ പ്രക്രിയയിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനും ഗ്രാമീണ ജനതയെ ബോധവൽക്കരിക്കുന്നതിനും ഈ ഇടം ലക്ഷ്യം വെച്ചു. ആദ്യം മനുഷ്യരെ ഉണർത്തുക, തുടർന്ന് അവരുടെ കഴിവുകൾ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പത്മശ്രീ കെ വിശ്വനാഥൻ എന്ന വല്യൻ രൂപീകരിച്ചതാണ് ഈ മഹത്തായ സ്ഥാപനം. ഡാനിഷ് ഫോക്ക് ഹൈസ്കൂളിന്റെയും ഇന്ത്യൻ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആശയങ്ങൾ ഇവിടെ സമന്വയിപ്പിക്കും. ജീവിത നൈപുണ്യ വികസനം, ഉപജീവന നൈപുണ്യ വികസനം, ആശയവിനിമയ മികവുകളുടെ വികസനം എന്നിവയുടെ പ്രോത്സാഹന സങ്കേതം കൂടിയാണ് ഇവിടം. ഇതുകൂടാതെ ഭാഷാ വൈദഗ്ധ്യം, നേതൃത്വം, കായികം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കൈത്തൊഴിൽ എന്നിവയിലൂടെ ജീവിത നൈപുണ്യ വികസനത്തിന്റെ ചുവടുറപ്പിക്കാൻ ജനങ്ങളെ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇവിടത്തെ പ്രവർത്തനങ്ങൾ. ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചിറങ്ങിയ ഞങ്ങൾക്ക് മിത്രാനികേതൻ പീപ്പിൾസ് കോളേജ് എന്ന് കേട്ട ചെറുപ്പമാകുന്ന അന്തരംഗം. ഈ മുറ്റത്ത് വിരിഞ്ഞ സൗഹൃദവും പ്രണയവും കഥകളും കവിതകളും ഒരുപാടിണക്കങ്ങളും ചെറിയ പിണക്കങ്ങളും ഒത്തൊരുമയോടെ ചെടി നട്ടതും കളകൾ പറിച്ചതും മണ്ണ് വെട്ടിക്കിളച്ച് കൃഷി ചെയ്തതും ഒന്നിച്ചിരുന്ന് പാട്ടുപാടി പഠിച്ചതും പല വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിയതും പ്രാർത്ഥനാ ഹാളിൽ ഒന്നിച്ചിരുന്നതും റിവ്യൂ എന്ന ഒരു ചെറിയ പേടിയകറ്റാൻ പത്രത്താളുകൾ ഓടിച്ചു വായിച്ചതും കഴിഞ്ഞുപോയ ഓരോ ക്ലാസുകളും ഓർത്തെടുക്കാൻ ശ്രമിച്ചതും ലൈബ്രറി പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്തതും പ്രകൃതിയോടും മരച്ചില്ലയോടും സംസാരിക്കാൻ പഠിച്ചതും ആഴ്ചയിലൊരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ടെലിവിഷൻ ചിത്രങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിയതും ഒരു മുറിയിലുള്ള സാഹചര്യങ്ങളിൽ ഒതുങ്ങി ജീവിക്കാൻ പഠിച്ചതും നേരം പുലരുമ്പോൾ യോഗയ്ക്കും കായിക വിദ്യാഭ്യാസത്തിനും ഒരുമിച്ച് പോയിരുന്നതും പൊന്മുടിയിലേക്കുള്ള ട്രക്കിങ്ങും ചെറിയ വിനോദയാത്രകളും മിത്രനികേതന്റെ എല്ലായിടങ്ങളും പരിചയപ്പെടാൻ പോയതും ഓണക്കാലത്ത് പുലിയായും വേട്ടക്കാരനായും വാമനനായും മാവേലിയായും അണിഞ്ഞൊരുങ്ങി എത്തിയിരുന്ന പ്രിയ കൂട്ടുകാരും സിനിമാ ഗാനങ്ങൾക്കൊപ്പം ചുവടുവയ്ക്കാൻ കിട്ടിയിരുന്ന നിരവധി അവസരങ്ങളും നമ്മിൽ ഉറങ്ങിക്കിടന്ന ഓരോ കലാരൂപങ്ങളെയും വീണ്ടും കൂട്ടുകാർക്കു മുമ്പിൽ ഒരു സങ്കോചവും കൂടാതെ അവതരിപ്പിക്കാൻ കിട്ടിയിരുന്ന ഒരുപാട് അവസരങ്ങളും മുറ്റം തൂക്കുന്നത് മുതൽ മെസ്സിലെ ജോലികളിൽ ചെറിയ സഹായം ചെയ്യുന്നതുവരെ എങ്ങനെയാണെന്ന് ആദ്യമായി പഠിക്കാൻ അവസരം കിട്ടിയ നല്ല നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ആ മുറ്റത്തിന് അടുത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലോറ, അജന്ത, ഗംഗ ഹോസ്റ്റലുകളിൽ ജീവിച്ചു പോലും കൂടെ പഠിക്കുന്ന ആൺകുട്ടികളെ പുറത്തു വെച്ച് കണ്ടാൽ ഒന്ന് നോക്കാനോ മിണ്ടാനോ അനുവാദമില്ലാതിരുന്ന ഒരു കാലം. വാർഡനെ പേടിച്ചുകൊണ്ട് ജീവിച്ച നാളുകൾ അനുസരണയോടെ കൂട്ടായി ജീവിക്കാൻ ഒരുപാട് പേരെ പ്രാപ്തമാക്കിയ ഒരിടം. ക്ലാസുകളിലേക്ക് പോകുമ്പോൾ മാത്രം പരസ്പരം മിണ്ടിയിരുന്ന ആൺപെൺ സൗഹൃദങ്ങൾ എല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. മിത്ര എന്നാൽ സുഹൃത്തും, നികേതൻ എന്നാൽ വീടും എന്ന അർത്ഥത്തിൽ മിത്രാനികേതനം എന്ന പേര് നാം ഒത്തുകൂടുമ്പോൾ ആ വലിയ മനുഷ്യനെ ഓർക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ വല്യനും മറ്റു ഗുരുക്കന്മാർക്കും സ്മരണയർപ്പിച്ചുകൊണ്ട് ഈ പുനർസമാഗമനമെത്തി വരികയാണ്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും വന്ന് ഓരോ മുത്തുകളെയും മനോഹരമായ ഒരു നൂലിൽ മാല പോലെ കോർത്തിണക്കി അതിലൊന്ന് ചിതറിപ്പോകാതെ ഇണക്കിച്ചേർത്ത ദൈവത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നു. ഒരുപാട് നന്ദി പറയും. ഇത്രയേറെ നല്ല സൗഹൃദങ്ങൾ നമുക്ക് സമ്മാനിച്ചു. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ് മിത്രസംഗമം എന്ന പേര്. ഒരു ഭൂതകാലത്തിന്റെയും മങ്ങൽ ഏൽപ്പിക്കാത്ത ഓർമ്മകളിൽ നിന്നും പൊടി തട്ടിയെടുക്കേണ്ട മുഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒത്തിരി സ്നേഹിച്ചവർ. ആനന്ദവേളകൾ, വികാര നിമിഷങ്ങൾ, കലാലയ ഓർമ്മകൾ,
ഗൃഹാതുരത്വത്തിൻ്റെ വിങ്ങലുകൾ, പരസ്പരം കൈമാറിയ സൗഹൃദ സംഭാഷണങ്ങൾ എന്നിവയുടെ നിറഞ്ഞ മനോഹര ദിനങ്ങളെ വീണ്ടും അനുസ്മരിപ്പിക്കാൻ മെയ് 10 ഞങ്ങൾ എത്തി. പലരുടെയും കുടുംബങ്ങൾ, അധ്യാപകർ എല്ലാവരും ഈ സുദിനത്തിൽ ഒത്തുചേർന്നു. ഓർമ്മകളുടെ പുസ്തകത്തിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ മയിൽപ്പീലികൾ ഏറെയുണ്ട്. നമ്മളെ ഇവിടെ എത്തിച്ച അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കുന്ന സൗഹൃദങ്ങളെയും നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മൾ ആദരിച്ചു. ഈ പുനർസമാഗമത്തെ നമ്മുടെ പങ്കിട്ട ഭൂതകാലത്തിലെ സൗഹൃദങ്ങൾ മനോഹരമായി ആഘോഷകരമാക്കി. നമ്മുടെ കുടുംബങ്ങൾ ഒത്തുചേർന്ന ഈ ധന്യമുഹൂർത്തം നാം പഠിച്ച കലാലയത്തിലെ ഓരോ മൺതരിയിലൂടെയും നടന്നു കണ്ടറിഞ്ഞു. ഒളികണ്ണറിയുന്ന പ്രണയമോഹങ്ങളിൽ എഴുതിക്കഴിയാത്ത പ്രണയ സന്ദേശവും പറയാതെ പോയ ഇഷ്ടങ്ങളും ഒരു തമാശയായി ഇന്നും കാണുന്നു. ഞങ്ങളോട് സഹകരിച്ച എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുന്നു. ഒപ്പം അവരെ ആദരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളും സന്തോഷവാന്മാരാണ്. നമിക്കുന്നു ഞങ്ങൾ കരളിന്റെ പൂക്കൾ നിൻ പാദത. 2000 നമ്മളിവിടെ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല 25 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലെ കൂടും എന്ന് ഏതെങ്കിലും സ്റ്റുഡൻറ്റ്, ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻറ്റ് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇവിടെ 25 വർഷം കഴിഞ്ഞ് ഇതുപോലെ വന്നിരിക്കുമെന്ന് ഈ ക്യാമ്പസ് വിട്ട് പോയപ്പോൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? ഒരാളും ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ. എന്നാൽ ഇന്ന് ഈ MBCയുടെ വിരുമാറിൽ 25 വർഷം തികച്ചുകൊണ്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ ബാക്കിയുള്ള കലാലയത്തിനപ്പുറം MBC നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഗ്രഹിക്കുന്നതിന് ഒരു മാറ്റുകൂട്ടുന്നൊരു അനുഭവമാണ്. ഡോക്ടർ ജയരാമദാസ് സാറിന് 2000 ബാച്ചിൻ്റെ ഈ മിത്ര സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ സ്നേഹനിധിയായ വലിയച്ഛൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പലരെയും ഞാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മ പോലും വരുന്നില്ല. ഏതായാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടണമെന്ന് ഒരു വലിയ ആഗ്രഹം. എല്ലാവരെയും എൻ്റെ ഈ പ്രായത്തിൽ നിങ്ങളെല്ലാവരെയും കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ കുടുംബമായിട്ട് നിങ്ങൾ വന്നതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. ഒരിക്കലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ ഒക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെ അടുത്ത ബന്ധക്കാരുടെ വീട്ടിൽ പോകണമെങ്കിലോ വല്ലവരും രോഗിയായിട്ട് കിടക്കുന്നെങ്കിലോ ഒന്നും ഒക്കുന്നില്ല. മുമ്പ് വലിയ
2025 സംഗമം നടത്തണമെന്ന് നമ്മൾ തീരുമാനമെടുത്തതാണ്. ആ തീരുമാനം കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചു. ഈശ്വരാനുഗ്രഹത്താൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ എത്തിച്ചേർന്നു. മിത്രനികേതന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യപരമായി വിദ്യാഭ്യാസപരമായും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മിത്രനികേതന്റെ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വലിയ ആദരിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നല്ലൊരു അവസരമായി കരുതുന്നു. ഇതൊരു യഥാർത്ഥ റീയൂണിയനാണ്. കാരണം കുട്ടികൾ വരുമെങ്കിലും എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഒന്നിച്ച് കണ്ടിട്ടില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 25 വർഷം മുമ്പ് നമ്മളിവിടെ പഠിക്കുന്ന ഒരു ദിവസത്തെ പോലെയാണ് ഇന്ന് കണ്ടത്. വർഷം 25 കഴിഞ്ഞു. നമ്മളെല്ലാവരും ഫോർമൽ എഡ്യൂക്കേഷന്റെ പരിധികൾക്കും പരിമിതികൾക്കും അകത്ത് ജീവിച്ചവരായതുകൊണ്ട് അതിന് പുറത്തുള്ള ലോകങ്ങളെ മനസ്സിലാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. തികച്ചും വ്യത്യസ്തമായ ഒരു പഠന സമ്പ്രദായത്തെ പിന്തുടരേണ്ട അവസ്ഥ എനിക്കുമുണ്ട്. സ്വരം പൂവിടും ഗാനമേ, സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീയൻ പല്ലവി, ഈ വീണയിൽ നമുക്കുടയോരും ഈ മണ്ണിനുടയോരും നമ്മളല്ലേ, ഈ നമ്മളല്ലേ.
Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. രണ്ടു ദിവസത്തെ സഹവാസത്തിന് ശേഷം പിരിയുമ്പോൾ തറവാട്ടിൽ നിന്നും വിട്ടുപിരിയുന്ന ഒരു നൊമ്പരം കാറ്റുപോലെ വീശി ഞാൻ മനസ്സിൽ. തിരുവനന്തപുരത്തെ കൂട്ടുകാരുടെ വീടുകളിലെ സന്ദർശനം, കുട്ടികൾക്ക് വേണ്ടി നടത്തിച്ചേർത്ത വിനോദയാത്ര, ഇവയൊക്കെ നമ്മുടെ കുടുംബ സംഗമം ഊട്ടി ഉറപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു ജില്ലയിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ഈ മിത്രസംഘത്തിന് വന്നു ചേരാൻ കഴിയാത്തത് അടുത്ത സംഗമത്തിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ആ സുദിനത്തിനായി എത്തുമെന്ന ഉറപ്പിന്മേൽ ഞങ്ങളും യാത്ര പറയുകയാണ്.